لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم ഏറെ സ്നേഹവും ബഹുമാനവുമാണ് ഇനികളെ സത്യവിശ്വാസിനികളെ സത്യവിശ്വാസികൾ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിക്കുന്നതിന് വസിയത്ത് ചെയ്യുകയും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അലിവ് കൊണ്ട് കൊടിയ ചൂടിന് ആശ്വാസമായി കൊണ്ട് നമ്മളിലേക്ക് റഹ്മത്തിന്റെ മഴ വർഷിച്ചു എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹത്തിന് അല്ലാഹുവിനോട് ശുക്റും ഹംദും ചെയ്യേണ്ട സന്ദർഭം കൂടിയാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ ഖുതുബയിൽ യാത്രയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും സംസ്കാരത്തെയും സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. യാത്ര ഒരു വലിയ ഭ്രമമായി ഭ്രാന്തായി മാറുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഒരു ക്രൈസായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ട്രാവൽ എൻവിയുള്ള ആളുകൾ 67% ആളുകൾക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും കൂടുതലാണ് എന്ന് ജേണൽ ഓഫ് സോഷ്യൽ മീഡിയ സൈക്കോളജി പഠനം വ്യക്തമാക്കുന്നു. നമ്മുടെ യാത്രകൾ കാട്ടിൽ വിറക് വെട്ടാൻ പോയി ഒരാൾ ആ വിറക് വെട്ടിയിട്ട് വേണം അയാൾക്ക് അത് വിറ്റിട്ട് അത് അടുക്കളയിൽ കത്തിച്ചിട്ട് വേണം അയാൾ വീടിലെ ആഹാരവും ഉപജീവനമൊക്കെ നടന്നു പോകാൻ. അങ്ങനെ കാട്ടിലെത്തിയ ഈ വിറക് വെട്ടുകാരൻ കാടിന്റെ ഭംഗിയും അതിന്റെ വശ്യതയും വന്യതയും ഒക്കെ ആസ്വദിച്ച് മരത്തണലിൽ അങ്ങനെ ഇരുന്ന് കുറെ സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഒടുവിൽ കാടിന്റെ ആ ഉള്ളിലുള്ള അതിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്ന് മയങ്ങി ഒടുവിൽ വൈകുന്നേരം കാലി കയ്യുമായി കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ പോലെയാണ് പൊതുവെ ഇന്നത്തെ യാത്ര. അഥവാ യാത്ര ചെയ്യുന്നതിന്റെ
ലക്ഷ്യം എന്താണ് എന്ന്, അതിലെ ധാർമ്മികതയും അതിലെ ഇസ്ലാമികമായ മര്യാദകൾ എന്താണ് എന്നുള്ളത് പലപ്പോഴും വിസ്മരിച്ചുകൊണ്ടുള്ള യാത്രകളാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാത്രയിലാണെങ്കിലും എവിടെയായിരുന്നാലും ലക്ഷ്യം പരലോകമാണ് എന്നുള്ളത് എല്ലാ വിഷയത്തിലും എടുത്തു പറയേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞ വാക്കുകളുണ്ട്. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാണ് ജീവിക്കേണ്ടത്. അല്ലാഹു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണമെന്നാണ്. യാത്രക്കിടയിൽ പ്രപഞ്ചത്തിന്റെ വിശാലതയും മനുഷ്യന്റെ നിസ്സാരതയും ഒക്കെ വലിയ തോതിൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട്, അവധിക്കാലവും വേനൽക്കാലവും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് യാത്രകൾ ആസൂത്രണം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. കുടുംബസമേതവും ഒറ്റക്കും ഒക്കെ യാത്ര ചെയ്യുന്നു. നമുക്കിടയിൽ നിന്ന് ഹജ്ജിനു വേണ്ടി യാത്ര ചോദിക്കുകയും യാത്രയാകാൻ വേണ്ടി തയ്യാറെടുക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്ത ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ചരിത്ര പ്രസിദ്ധമായ വിനോദ കേന്ദ്രങ്ങളെയും മറ്റുമൊക്കെ സന്ദർശിച്ച ആളുകളാണ്. ലോക പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ലോകത്തെ വിനോദ കേന്ദ്രങ്ങളെയും ഒക്കെ സന്ദർശിച്ചവരാണ്. വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു അന്താരാഷ്ട്ര ട്രിപ്പ് പോകുന്നവരാണ്. അങ്ങനെ ഒരാൾ ഏതാനും വർഷം മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോ ഒരിക്കൽ പോലും മക്കയിലേക്കൊന്ന് പോകാനോ ഒരു ഉംറ നിർവഹിക്കാനോ ഒരു ഹജ്ജിനു വേണ്ടി അപേക്ഷ നൽകാനോ ഇതുവരെയും അയാൾ ശ്രമിച്ചിട്ടില്ല, അതിനയാൾക്ക് തോന്നിയിട്ടില്ല എന്നതാണ്. അഥവാ ലോകത്ത് എവിടെ പോയാലും മക്കയിലും അതിന്റെ പരിസരങ്ങളിലും മദീനയിലും ചെന്നതുപോലെയുള്ള അനുഭവം ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല. അവിടെ ചെല്ലാനുള്ള സൗഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ വലിയൊരു തൗഫീഖാണ്. അത് പണം ഉണ്ടായതുകൊണ്ടോ ആരോഗ്യമുണ്ടായതുകൊണ്ടോ അതൊരാൾക്ക് ലഭ്യമായിക്കൊള്ളണം എന്നില്ല. അപ്പൊ യാത്രകൾ അതിന് ആത്മീയമായിട്ടുള്ള ഒരു വശം, അഥവാ അള്ളാഹുവിന്റെ കിബ്രിയ, അള്ളാഹുവിന്റെ മഹത്വം നേരിട്ട് കാണുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ള കിബ്റിനെ അഥവാ അനാനിയത്തിനെ, അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം വീട്ടിലോ ഓഫീസിലൊക്കെ ഇരുന്നുകൊണ്ട് നമ്മള് അവിടുത്തെ ഒരു കാര്യസ്ഥനും അവിടുത്തെ ഒരു നാഥനും ഒക്കെ ആയിക്കൊണ്ട് നമ്മള് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. എന്നാൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന്, നമ്മളെ പ്ലാനിനും അനുസരിച്ച് ഒരിക്കൽ നടക്കണമെന്നില്ല. അതിൽ വാഹനം വൈകാൻ സാധ്യതയുണ്ട്, അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്, കാലാവസ്ഥകൾ മാറി വരും, നിയമങ്ങൾ മാറി വരും, ഭാഷ അറിയാത്ത പ്രശ്നമുണ്ടാകും, ഭക്ഷണം നമുക്ക് യോജിക്കാത്ത അവസ്ഥയുണ്ടാകും, സഹയാത്രികരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ചെറിയ ഒരു ഏരിയയിൽ മാത്രമേ നമ്മുടെ ശക്തിയും നിയന്ത്രണവും ഒക്കെ ഈ ദുനിയാവിൽ നടപ്പിലാക്കാൻ സാധിക്കൂ എന്നുള്ളതും, ലോകത്തെ ആകമാനം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് എന്നുള്ളതും, നമ്മുടെ ചുറ്റുവട്ടത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അൽ വാസിഅ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എത്രത്തോളം വാസിഅയവനാണ്, വിശാലമായവനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഖുർആൻ പറയുന്നു വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, മശ്രിഖും മഗ്രിബും അഥവാ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഇതിനൊക്കെ ഉൾപ്പെടുന്ന, ഇതിനിടയിലുള്ള സകലതും അതിന്റെയൊക്കെ ഉടമസ്ഥൻ, യജമാനൻ അല്ലാഹുവാണ്. ഫൈനമാ തവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ എവിടെ തിരിഞ്ഞാലും നിങ്ങളുടെ മുഖം അല്ലാഹുവിന്റെ നേരെ തിരിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇന്നല്ലാഹ വാസിഉൻ അലീം, തീർച്ചയായും അല്ലാഹു വാസിആയവനാണ്, വിശാലജ്ഞനാണ്, അഗാധജ്ഞനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം വാസിആയവനാണ്, വിശാലനാണ് എന്ന് മനസ്സിലാവുക ഈ പ്രപഞ്ചത്തിന്റെ നാനാദിക്കുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ
ഈ ദുനിയാവിലെ പടച്ചതമ്പുരാന്റെ സൃഷ്ടിപ്പിനെ അപേക്ഷിച്ച് നമ്മൾ എത്രത്തോളം നിസ്സാരന്മാരാണ് എന്നുള്ളതും അത് നമ്മളെ ബോധ്യപ്പെടുന്നു. അപരിചിതമായ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുമ്പോൾ വേറൊരാളുടെ സഹായം തേടാൻ ചോദിക്കാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരാകുന്നു. ഒരു വഴി ചോദിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് യാത്രക്കിടയിൽ. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസി, യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അഹങ്കാരവും അഹന്തയും അയാളിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അഹങ്കാരം, അഹന്ത നിങ്ങളെ പിടികൂടാ എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ പ്രായോഗികമായി പഠിക്കാൻ യഥാർത്ഥത്തിൽ യാത്രയാണ് അതിന് ഏറ്റവും നല്ല ഒരു പോംവഴി. നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ കിലോമീറ്ററുകൾ നമ്മുടെ അഹങ്കാരത്തിന്റെ, അഹന്തയുടെ, ഞാനെന്ന നമ്മുടെ തോന്നലിന്റെയും ഭാവങ്ങളുടെയും ഓരോ അംശങ്ങൾ അത് നമ്മളിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ നമ്മുടെ മനസ്സിന്റെ തന്നെ ഇടുങ്ങിയ ചിന്തകൾ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മുന്നിലും ഒക്കെ അല്ലാഹുവോട് കീഴടങ്ങുകയും സൃഷ്ടികളോട് എളിമയോടുകൂടി പെരുമാറാനുള്ള ഒരു സന്മനസ് ഒരാളിൽ നിന്നും ഉണ്ടാകുന്നത്. ഒരേ സ്ഥലത്ത് തന്നെ കഴിയുന്ന മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രശ്നങ്ങളും തന്റെ നാട്ടങ്ങളും അത് മാത്രമാണ് ഈ ലോകത്തിലെ വലിയൊരു പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ആളായിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ലോകം കാണുമ്പോഴാണ് തന്റെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുക. ഇത് നിസ്സാരമായ ഒരു ആശയമല്ല. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാലിക പ്രസക്തമായിട്ടുള്ള 4 ചരിത്ര സംഭവങ്ങളുണ്ട്. അതിലൊന്ന് ഖിദർ എന്ന മഹാജ്ഞാനിയായ ഒരു മനുഷ്യന്റെ കൂടെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു യാത്രയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം അത് ക്ഷമയും വിനയവും തവക്കുലുമാണ് എന്നുള്ളത് ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ നമ്മുടെ യാത്രക്കിടയിൽ നമ്മൾ കാണുന്ന പല കാഴ്ചകളുടെയും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്കിടയിൽ നാനാ ദിക്കുകളിൽ കാണുന്ന സംഭവങ്ങളുടെയൊക്കെ യഥാർത്ഥ പൊരുൾ, ആ ജ്ഞാനം അത് ലഭിക്കാനും മനസ്സിലാക്കാനും അങ്ങേയറ്റത്തെ വിനയവും ക്ഷമയും തവക്കുലും അത്യന്താപേക്ഷിതമാണ് എന്നത് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്രക്കിടയിൽ യാദൃച്ഛികമായിട്ടാണ് ഖിദറിനെ കണ്ടുമുട്ടുന്നത്. ഖിദർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചെയ്ത പല സംഭവങ്ങളോടും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അക്ഷമ കാണിച്ചപ്പോൾ എന്റെ കൂടെ ക്ഷമയോടുകൂടി യാത്ര ചെയ്യാൻ താങ്കൾക്ക് കഴിയില്ലെന്ന് ആവർത്തിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. 3 തവണ അദ്ദേഹം ഈ അക്ഷമ പ്രകടിപ്പിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹം കാര്യങ്ങളെയൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശാലമായ ആ ചരിത്ര സംഭവങ്ങളിലേക്ക് കടക്കുന്നില്ല. അഥവാ ദൈവികമായ അല്ലാഹുവിന്റെ വലിയ പ്ലാനുകളിൽ വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ലോകത്തിലെ അനീതികളെ, അക്രമങ്ങളെ, കഷ്ടപ്പാടുകളെ നമ്മൾ അളക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയായിരിക്കും ഫലം. എന്നാൽ സർവജ്ഞാനിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലെ ഓരോ സൃഷ്ടി വ്യതിരിക്തതയ്ക്കും വൈവിധ്യത്തിനു പിന്നിലും കൃത്യമായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് ഒരു മനുഷ്യനുണ്ടാകുന്ന യഥാർത്ഥ ബോധ്യം എന്ന് പറയുന്നത്, തിരിച്ചറിവ്, ദർശനം എന്ന് പറയുന്നത്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മളെക്കാൾ വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന മനുഷ്യർ, നമ്മളെക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച സമൂഹങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ കാഴ്ചകൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അയാളിലെ ഇടുങ്ങിയ ചിന്തകൾ അഥവാ എന്ന് ഖുർആനും ഹദീസും പറയുന്ന ആ ഒരു ദുസ്വഭാവത്തെ ഇല്ലാതാക്കി ഹൃദയവിശാലത, ശറഹ് സദറിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അഥവാ മറ്റുള്ള മനുഷ്യരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം അങ്ങനെയാണ് ഒരാളിൽ ഉണ്ടാകുന്നത്. നമ്മളിലൂടെ മാത്രമല്ല ലോകം ചലിക്കുന്നത്.
ചലിക്കുന്നത് എന്ന ബോധം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫി അൽസിനതികും വഅൽവാനികും. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്ത് റൂമിലെ 22ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നതാണ് നിങ്ങൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതാണ് 14ഓളം ഇടങ്ങളിൽ ഖുർആൻ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യും. അങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യത്തെ കുറിച്ച് നിങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുവാനും ചിന്തിക്കുവാനും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ എഴുത്തിപാടുകൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർള്. അപ്രകാരം ആകാശ ഭൂമികൾ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വഖ്തിലാഫി അൽസിനതികും. ഈ ആകാശ ഭൂമികൾ അഥവാ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയല്ല, തമിഴ്നാട്ടിലെ ഭൂപ്രകൃതി. കോയമ്പത്തൂർ നമ്മൾ പാലക്കാട് കഴിയുമ്പോഴേക്കും വാളയാർ കഴിയുമ്പോഴേക്കും പൊടുന്നനെ ഒരു ഭൂപ്രകൃതി മാറുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ ഓരോ സംസ്ഥാനത്ത് പോകുമ്പോഴും അവിടെയുള്ള വയലുകൾക്ക്, അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങൾക്ക്, അവിടെയുള്ള കുന്നുകൾക്ക്, മലകൾക്ക്, പട്ടണങ്ങൾക്ക് എല്ലാത്തിനും ഈ ഒരു വൈവിധ്യവും വ്യത്യസ്തതയും നമുക്ക് കാണാൻ കഴിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഖ്തിലാഫി അൽസിനതികും. എന്തിനേറെ നിങ്ങളുടെ ഭാഷകളിൽ അൽവാനിക്കും, നിങ്ങളുടെ വർണ്ണങ്ങളിൽ അതിൽ പോലും വ്യത്യസ്തതയും വൈവിധ്യവും സൃഷ്ടിച്ചു എന്നത് അല്ലാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ വ്യത്യസ്തമായ ഗോത്രങ്ങളാക്കി, വ്യത്യസ്തമായ രാജ്യങ്ങളിലായിക്കൊണ്ട്, വ്യത്യസ്ത സംസ്കാരങ്ങൾ നൽകിക്കൊണ്ട്, വ്യത്യസ്ത വർണ്ണങ്ങളും വർഗങ്ങളും കുടുംബങ്ങളും ഒക്കെ ആക്കി നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾക്കിടയിൽ ഗർവുണ്ടാകാനോ, പരസ്പരം പെരുമ നടിക്കുന്നതിനോ, പരസ്പരം വെല്ലുവിളിക്കുന്നതിനോ, പരസ്പരം നിങ്ങൾ ആക്രമണങ്ങളിലും അനീതിയിലും ഏർപ്പെടുന്നതിനോ, ഉച്ചനീചത്വവും അതുപോലെ അസമത്വവും ഉണ്ടാകുന്നതിന് വേണ്ടിയല്ല. നിങ്ങളെ തിരിച്ചറിയുക എന്നത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതൊന്നും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മഹത്വം നൽകുന്നതല്ല. ഇന്ന പ്രദേശത്ത് ജനിച്ചു, ഇന്ന കുടുംബത്തിൽ ജനിച്ചു, ഇന്ന രാജ്യത്തെ പൗരത്വമുണ്ട് എന്നതൊന്നും ഒരു മേന്മയായിക്കൊണ്ട് ആരും ഉയർത്തി കാണിക്കേണ്ടതില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ, ഏറ്റവും ഉദാരൻ തഖ്വ പാലിക്കുന്നവനാണ് എന്ന്. അഥവാ ലോകത്തോടെ സഞ്ചരിക്കുമ്പോ ആകാശത്തിന്റെ നിറം എവിടെ പോയാലും ഒന്നാണ്, എവിടെ പോയാലും സൂര്യൻ ഒന്നേയുള്ളൂ, എവിടെ പോയാലും ഭൂമി അത് ഉരുണ്ടതാണ്, എവിടെയും വെള്ളത്തിന് ഒരേ സ്വഭാവമാണ്. ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. എല്ലാവരും എല്ലായിടത്തും ഭൂമിയിൽ വായുവുണ്ട്, എല്ലാം ഒന്നാണ്. നിരവധി ഭൂഖണ്ഡങ്ങളുണ്ട്, നിരവധി രാജ്യങ്ങളുണ്ട്, നിരവധി മനുഷ്യരുണ്ട്, നിരവധി സംസ്കാരങ്ങളുണ്ട്. പക്ഷേ ഈ വൈവിധ്യത്തെ ഒക്കെ സൃഷ്ടിച്ച സ്രഷ്ടാവ് അവൻ ഏകനാണ് എന്ന ആ യാഥാർത്ഥ്യത്തെ, ആ തൗഹീദിന്റെ തത്വം, അത് ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ബോധം നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവാണ് യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരെ ഭക്ഷിക്കാനോ അവരെ അപമതിക്കാനോ അല്ല, അവരെ അംഗീകരിക്കാനും ആദരിക്കാനും കൂടി യാത്രകൾ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ യാത്ര ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സബറും തവക്കുലും ഒക്കെ നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ്. നമ്മളെ യാത്ര പുറപ്പെടുമ്പോ, യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനം വഹിക്കുമ്പോഴേക്കും, അത് വാഹനത്തിനൊന്ന് റൂട്ട് തെറ്റുമ്പോൾ, വഴി തെറ്റുമ്പോഴേക്കും നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു അസ്വസ്ഥതയും നിസ്സഹായതയും, അത് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുന്നിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ, നമ്മുടെ വീടിനകത്ത് നമ്മൾ സുരക്ഷിതരായിക്കൊണ്ട് 4 ചുവരുകൾക്കകത്ത് ഉറപ്പുള്ള വാതിലുകൾക്കകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷയുണ്ട്. ആ സുരക്ഷ, അതിലുള്ള ഒരു ആശ്വാസം, അതിലുള്ള നമ്മുടെ ഒരു വിശ്വാസം. എന്നാൽ ഒരു അപരിചിതമായ നാട്ടിൽ നമുക്കാരെയും അറിയാത്ത ഒരിടത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ മുഖത്തെയും മനസ്സിനെയും തേട്ടങ്ങളെയും തിരിക്കുന്നു എന്നുള്ളതാണ്.
ഇതുണ്ടാകണമെന്നുള്ളതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടുള്ള തവക്കുലിന്റെ പ്രാർത്ഥന നിർവഹിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കും. എന്തെങ്കിലും ഒരു കാര്യം നീ തീരുമാനിച്ചു ഉറച്ചു കഴിഞ്ഞാൽ നീ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തവക്കുൽ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ യാത്രയുടെ ആരംഭം മുതൽ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയിലൂടെ അല്ലാഹുവിനോടുള്ള ഭരമേൽപ്പിക്കലിലൂടെയാണ് അയാൾ പുറപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യാത്രയുടെ ആ പ്രാർത്ഥന തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് തവക്കുൽ, അത് നിറച്ചു വെച്ച പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവേ അൻത സാഹിബു ഫി സഫർ, പടച്ചവനെ അല്ലാഹുവേ നീയാണ് ഈ യാത്രയിൽ എൻ്റെ സഹചാരി എന്നാണ്. നീയാണ് ഈ യാത്രയിൽ എൻ്റെ സഹചാരി. യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെ സഹചാരിയായിക്കൊണ്ട് സഹയാത്രികനായിക്കൊണ്ട് അല്ലാഹു കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുത്തരെ യാത്രക്കിടയിൽ ഒരു തോന്നിവാസവും ഒരു ഹറാം പറപ്പും അയാൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ബോധ്യത്തോടു കൂടിയാണ് അയാൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്നത്. പലപ്പോഴും യാത്രക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീടിന്റെയും അതുപോലെ തന്നെ അത് പരിചയമുള്ള ആളുകളും അവരുടെയും ഒക്കെ ഒരു വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി എന്തു ആകാം എന്നൊരു ചിന്താഗതി പൊതുവെ യാത്ര ചെയ്യാൻ ആളുകളെ പൂരിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയുടെ ആന്തരികാർത്ഥം ഉൾക്കൊള്ളാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങുമ്പോ എന്റെ കൂടെ റബ്ബേ നീ ഉണ്ടാകും, എന്റെ കുടുംബത്തിന്റെ കൂടെയും നീ തന്നെയാണുള്ളത് എന്നാണ്. യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെ കൂടെ അതുണ്ട്. യാത്രക്കാരൻ ഉപേക്ഷിച്ചു പോന്ന അയാളുടെ കുടുംബത്തിലും പടച്ചതമ്പുരാൻ തന്നെയാണ് അതിന്റെയും മേൽനോട്ട ചുമതല ഏറ്റെടുക്കുന്നത്, ഏൽപ്പിക്കാൻ ഉത്തമൻ എന്നുള്ളതാണ്. ഈ ഒരു സംസ്കാരമാണ് ഇസ്ലാമിന്റേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ യാത്ര നമുക്കറിയാം. ഹിജ്റ ഏറ്റവും മഹത്തായ യാത്ര നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. ലോകത്തെ സകല യാത്രകളിലും ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ത്യാഗോജ്വലമായ യാത്രയാണ് ഹിജ്റ. ആ ഹിജ്റക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹയാത്രികനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹിറാ ഗുഹയിൽ സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ ഗുഹാമുഖത്തെത്തിയ സന്ദർഭത്തിൽ അസ്വസ്ഥനായ പരിഭ്രാന്തനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമയോടുകൂടി പ്രാർത്ഥനയിലൂടെ തവക്കുലിലൂടെ ശാന്തനായി ആ ഗുഹക്കുള്ളിൽ ഇരിക്കുന്നത് കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചരിത്ര സംഭവം ലോകത്തോട് പങ്കുവെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പരാമർശിക്കുന്നുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ദുഃഖിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചു എന്നാണ്. യാത്രക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട് എന്ന ഉത്തമ വിശ്വാസവും വികാരവും ആ വിശ്വാസം ഉണ്ടെങ്കിൽ യാത്ര പോയി കഴിഞ്ഞാൽ ഒരു തോന്നിവാസത്തിലേക്കും ഒരാൾക്ക് ഏർപ്പെടാൻ കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങേയറ്റം ചരിത്ര പ്രസിദ്ധമായ യാത്രയാണ് ഫിറഔനിൽ നിന്ന് ബനൂ ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് ഫലസ്തീനിലേക്കുള്ള യാത്ര. ആ യാത്രക്കിടയിൽ നൈൽ നദിയുടെ തീരത്തെത്തുകയും പിറകിൽ ഫിറഔനിന്റെ സർവായുധ സജ്ജരായ സേന ആർത്തിരമ്പി വരുന്നു. മുന്നിൽ നോക്കെന്താ ദൂരത്ത് പരന്നു കിടക്കുന്ന സമുദ്രവും. ഈ ഇതിന് രണ്ടിനുമിടയിൽ പെട്ട സന്ദർഭത്തിൽ അസ്വസ്ഥതയും പരിഭ്രാന്തിയും പ്രകടിപ്പിച്ച തന്റെ സഹചാരികളോട് സഹചാരികളോട് ഇനി ഒരു രക്ഷയില്ല, നമ്മൾ ഇവിടെ മുങ്ങിച്ചാകുകയാണ് ഫലം, അതേ സംഭവിക്കുകയുള്ളൂ എന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ച അവരോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൃഢമായ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അദ്ദേഹം പറയുന്നത് ഒരിക്കലുമല്ല, അങ്ങനെ സംഭവിക്കില്ല. ഇന്ന മഅിയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീനി, അവനൊരു വഴി കാണിച്ചു തരുക. അപ്പൊ യാത്രക്കിടയിൽ വഴി മറന്നു പോവുകയോ അതല്ലെങ്കിൽ ദിക്കറിയാതെ കഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുവാൻ അല്ലാഹുവിൽ നിന്ന് രക്ഷയുണ്ടാകുമെന്ന ഉത്തമ ബോധ്യവും പ്രത്യാശയും പ്രതീക്ഷയും അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വഴിയാത്രയിലെ ആയുധവും കരുത്തും എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിൽ എറിയാൻ വേണ്ടി കൽപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയും ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോവുകയാണ്. സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുക, പുറപ്പെടുക. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന യാത്ര, ആ യാത്ര പ്രാർത്ഥനയിൽ അതിന്റെ വചനങ്ങൾ എന്താണ്? അസ്തഗ്ഫിറുല്ലാഹു ദീനക വ അമാനതക വ ഖവാതിമ അമലിക. നിന്റെ ദീനിന്റെയും നിന്റെ വിശ്വസ്തതയുടെയും നിന്റെ കർമ്മങ്ങളുടെയും സകല പര്യവസാനത്തെയും ഞാൻ അല്ലാഹുവിൽ സമർപ്പിക്കുന്നു എന്നാണ്, അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നു എന്നാണ്. ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാത്ര ചോദിച്ചു വന്ന ഒരാൾ യാത്ര ചോദിച്ചു, യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാത്ര പറയാൻ വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതെന്നറിയോ? അല്ലാഹു നിനക്ക് പാഥേയമായി കൊണ്ട്, യാത്രക്കുള്ള വിഭവമായി കൊണ്ട് നിനക്ക് അല്ലാഹു തഖ്വ തരട്ടെ. നിന്റെ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന തിന്മകൾ അല്ലാഹു തആല നിനക്ക് പുറത്തു തരട്ടെ. നീ എവിടെയായിരുന്നാലും നിനക്ക് നന്മകൾ എളുപ്പമാക്കി തരട്ടെ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചോദിച്ചു വരുന്ന ആളുകളോട് പ്രാർത്ഥനയോട് യാത്ര ചോദിച്ചു വരുന്ന ആളുകളോട്, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിലൊക്കെ ഹജ്ജിന് വേണ്ടി യാത്ര ചോദിച്ചു വരുന്ന ആളുകളോടൊക്കെ ഇത്തരത്തിൽ പ്രതിവചിക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ സുപ്രധാനമായ ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നു. സൂചിപ്പിച്ചു, ചെറുപ്പത്തിൽ പ്രസവിച്ച ഉടനെ തന്നെ ദൂരദിക്കിലേക്ക് ഹലീമ ബീവിയുടെ ഗ്രാമത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയത്. 14-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവട രംഗത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് 40 വയസ്സ് വരെ വിവിധ കച്ചവടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ രാജ്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പിന്നീട് 53-ാമത്തെ വയസ്സിൽ ഹിജ്റ, അതുപോലെ തന്നെ ഉംറയ്ക്ക് വേണ്ടിയുള്ള യാത്ര, ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിരവധി യാത്രകൾ. അതിൽ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. സുപ്രധാനമായ 2 യാത്രകളാണ്. അതിന് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൽപ്പിക്കുകയും അവിടെ നിർവഹിക്കുകയും അവിടുന്ന് വളരെ വ്യവസ്ഥാപിതമായി നിർവഹിക്കുകയും ചെയ്ത ഒരു യാത്രയാണ് ദഅവത്തിന് വേണ്ടിയുള്ള യാത്ര. മറ്റൊന്ന് വ്യാപാര യാത്ര. ഈ 2 യാത്രകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉണ്ടായിരുന്നു. ലോകത്ത് ഇസ്ലാം വ്യാപിച്ചത് 3 കാര്യങ്ങളിലൂടെയാണ് എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന് ഫുതുഹാത്തുകളിലൂടെ, അഥവാ യുദ്ധങ്ങളിലുള്ള പ്രതിരോധങ്ങളിലൂടെയും അങ്ങനെയുള്ള അതിജീവനങ്ങളിലൂടെ ഇസ്ലാം ഒരു പരിധിവരെ ചിലയിടങ്ങളിലൊക്കെ ഇസ്ലാം എത്തിപ്പെടാൻ കാരണമായിട്ടുണ്ട്. മറ്റൊന്ന് ദാഇമാരുടെ യാത്രയാണ്, അഥവാ ദഅവത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മക്കയെയും മദീനയും വിട്ടുകൊണ്ട് നിരവധി രാജ്യങ്ങളിലൂടെ സഹാബാക്കൾ നടത്തിയ യാത്രകൾ, സഞ്ചാരങ്ങൾ. മൂന്നാമതായി വ്യാപാരികളുടെ യാത്ര. ഇതിൽ ഏറ്റവും സമാധാനപരമായി എന്നെന്നും നിലനിൽക്കുന്ന ലാസ്റ്റ് ചെയ്യുന്ന യാത്ര എന്ന് പറയുന്നത് അത് വ്യാപാരികളിലൂടെ ഉണ്ടായ യാത്രയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രധാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള യാത്രകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ സജ്ജീകരണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവുകയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ യാത്ര ചെയ്യുകയാണ് എങ്കിൽ, അത് വ്യക്തിപരമായ യാത്രയാണ് എങ്കിൽ, അത് കച്ചവട ആവശ്യത്തിനുള്ള യാത്രയാണ് എങ്കിൽ, ഒരു രോഗിയെ സന്ദർശിക്കാനുള്ള യാത്രയാണെങ്കിൽ, കുടുംബബന്ധം ചാർത്താനുള്ള യാത്രയാണ് എങ്കിലും, അത് ഒരു തീർത്ഥാടന യാത്രയാണ് എങ്കിലും, ഈ യാത്രകളെല്ലാം തന്നെ ഒരു മുസ്ലിം ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ മഹത്തായ ആശയങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അതിന്റെ നന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി കൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യാത്രകൾ നിർവഹിക്കാൻ, നമ്മുടെ യാത്രകൾ അത്തരത്തിലുള്ള നന്മ നിറഞ്ഞ ഇസ്ലാമിക സംസ്കാരത്തിലൂന്നിയ യാത്രകൾ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു.